കണ്ണിന് പകരം കണ്ണല്ല, കണ്ണിന് പകരം തലയാണെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. അബ്ബാസ് അറാക്ചിയാണ് പറഞ്ഞത്. കണ്ണിന് പകരം കണ്ണ്, അടിക്ക് തിരിച്ചടി എന്നുള്ളൊരു കാര്യം അബ്ബാസ് അറാക്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മറുപടി ആയിട്ടാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് കണ്ണിന് പകരം കണ്ണല്ല, കണ്ണിന് പകരം തലയാണെന്നുള്ളതാണ്. അതിനാദ്യം തലയും കണ്ണും അവിടെ ഉണ്ടായിട്ട് വേണ്ടേ തല എടുക്കാൻ? ഇതാണ് അവസ്ഥ. അതായത് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുള്ള ഈ ഖത്തറിന്റെ അൽ ഉദൈദ് എയർബേസിന്റെ കുറച്ച് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുന്നേയും യുദ്ധം തുടങ്ങിയതിന് ശേഷം അവിടെ കുറെ വിമാനങ്ങളൊക്കെ നിർത്തിയിട്ടതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ കണ്ണിന് പകരം തല എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വിമാനങ്ങളും ബേസ് ഒക്കെ വേണ്ടേ? ആ ബേസ് ഇപ്പൊ അവിടെ കാണാനില്ല. ആ ബേസിൽ ആ വിമാനങ്ങളൊന്നും കാണാനില്ല. ഖത്തർ വിട്ട് ഓഡിയോ എന്നുള്ളതാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് മാർക്കോ റൂബിയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എത്രത്തോളം നുണയന്മാരാണ് ഇവന്മാർ, എത്രത്തോളം നരേറ്റീവ് സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അതായത് കരാറുകളോട് യാതൊരു ഗൗരവവും കാണിക്കാത്തവരാണ് ഇറാനിയൻ ഭരണാധികാരികൾ. മുൻപ് പലതവണ ഒപ്പുവെച്ച കരാറുകൾ ലംഘിക്കുകയും അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്ത ചരിത്രമാണ് അവർക്കുള്ളത്. തങ്ങളുണ്ടാക്കുന്ന കരാറുകൾ പാലിക്കാൻ തയ്യാറാകാത്ത ആളുകളുമായി പുതിയൊരു ധാരണയിലെത്താൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്താ പറഞ്ഞത്? ആദ്യം കരാറുകളോട് യാതൊരു ഗൗരവവും കാണിക്കാത്തവരാണ് ഇറാനിയൻ ഭരണാധികാരികൾ. മുമ്പ് പലതവണ ഒപ്പുവെച്ച കരാറുകൾ ലംഘിക്കുകയും അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്ത ചരിത്രമാണ് അവർക്കുള്ളത്. പച്ച നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ, അതായത് ആളുകൾ എന്താ ചരിത്രം ഇല്ലാത്താണോ? ഇതിനകത്തിരിക്കുന്നത് ചാണകമല്ല ഹേ, ഇതിനകത്തിരിക്കുന്നത് തലച്ചോറാണ്. 2018 ബറാക്ക് ഒബാമ ഉണ്ടാക്കിയിട്ടുള്ള കരാറ്, ആണവ കരാറ്, ആ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായിട്ട് പുറകോട്ട് പോവുകയും അത് റദ്ദ് ചെയ്യുകയും പുതിയൊരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാനോട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പോവുകയും ചർച്ച എന്ന വ്യാജേന ഇറാനെ പുറകീന്ന് കുത്തുകയും ഈ വാർ തുടങ്ങി വെക്കുകയും ചെയ്തത് ആരാണ് മാർക്കോ റൂബിയോ ഇത് തുടങ്ങി വെച്ചേ? അപ്പോൾ കരാറുകൾക്ക് എന്താ പറയാ, മാന്യത പുലർത്തുന്ന, കരാറുകൾ അംഗീകരിക്കുന്ന ഒരു കരാറ് വെച്ച് കഴിഞ്ഞാൽ കരാറിൽ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ യുദ്ധം സംഭവിക്കുമോ? സംഭവിക്കില്ല. അപ്പൊ പിന്നെ മാർക്കോ റൂബിയോ ഇപ്പൊ ഈ പറഞ്ഞത് ആരെ കുറിച്ചാ? അത് പറഞ്ഞത് അമേരിക്കയെ കുറിച്ച് തന്നെയാണ്. ഇനിയിപ്പൊ പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാ. എന്ത്? ഈ പറയുന്ന കരാറുകളോട് യാതൊരു ഗൗരവവും കാണിക്കാത്തവരാണ്, മുൻപ് പലതവണ ഒപ്പുവെച്ച കരാറുകൾ ലംഘിക്കുന്നവരാണ്, അതിൽ മാറ്റം വരുത്തുന്നവരാണ്. അപ്പൊ ഇങ്ങനൊരു കാര്യം ഇസ്രായേലിനെ കുറിച്ചാണ് അമേരിക്ക പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റാ. അതായത് ഗസയുമായിട്ടും അതേപോലെ തന്നെ ലെബനോനുമായിട്ടും അതേപോലെ തന്നെ ഫലസ്തീൻ അതോറിറ്റി ആയിട്ടും അങ്ങനെ പല വിധത്തില് പല രാജ്യങ്ങളുമായിട്ടും പല കോൺഫറൻസസിലും എന്ത് ചെയ്തിട്ടുണ്ട്? പല കരാറുകളും ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ദിവസം തികച്ച് ആ കരാർ ഇസ്രായേൽ പാലിക്കത്തില്ല. അവരെയാണ് നിങ്ങൾ മാതൃകയാക്കുന്നുണ്ടെങ്കിൽ കറക്റ്റാ, അതിലൊരു സംശയവുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ മിനിമം ഒന്ന് ആലോചിച്ചൂടെ? ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ ലോബിയിങ് പവർ കൊണ്ട് നിങ്ങൾ അവരുടെ ഒരു സാമന്ത രാജ്യമാണെന്ന് വിചാരിച്ചിട്ട് ഒരു സാധനം കൊണ്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് വിജയിക്കുമോ, ഇത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടെങ്കിലും പോവണ്ടേ? അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ മാർക്കോ റൂബിയോ പറഞ്ഞത് മാർക്കോ റൂബിയോനെ കുറിച്ച് തന്നെയാ. ഏകപക്ഷീയമായിട്ട് ബറാക്ക് ഒബാമയുടെ കാലത്ത് ഉണ്ടാക്കിയ കരാറിൽ നിന്നും പുറകോട്ട് പോവുകയും അത് ശരിയല്ല എന്ന് പറയുകയും എന്നിട്ട് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മെമ്മറാണ്ടം ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഊള കരാർ ഉണ്ടാക്കുകയും ഏത് വിധത്തിൽ വേണമെന്നുണ്ടെങ്കിലും ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കരാറാക്കെതിരെ മാറ്റുകയും ചെയ്തിട്ട് അത് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി. ആ ടീമാണ് ഇപ്പൊ ഈ വന്ന് പറയുന്നത് കരാറുകൾ അംഗീകരിക്കത്തില്ല, കരാറിൽ മാറ്റം വരുത്തും എന്നുള്ളത്. ആരോടാ ഈ പറയുന്നത്? തലച്ചോറില്ലാത്ത, തലച്ചോറിന് പകരം അവിടെ വല്ല ചെളിമണ്ണോ വല്ല ചാണകോ അങ്ങനെ വല്ല സാധനങ്ങളൊക്കെയാണ് കയറ്റി വെച്ചിട്ടുള്ള ടീമുകളോട് പറഞ്ഞാൽ മതി ഈ കാര്യങ്ങൾ. അല്ലാതെ ഇച്ചിരി മൂളയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ പറഞ്ഞത് ആസിയാൻ ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് പോയ സമയത്താണ് മാർക്കോ റൂബിയോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സ്വന്തം അനുയായികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വാക്കുകളായിട്ട് കണ്ടാൽ മതി ഇതിനെ എന്നുള്ളതാണ്. അപ്പോ പിന്നെ
ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ടായിരുന്നു. തങ്ങൾ ഉണ്ടാക്കുന്ന കരാറുകൾ പാലിക്കാൻ തയ്യാറാകാത്ത ആളുകളുമായി പുതിയൊരു ധാരണയിലെത്താൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങൾ ഉണ്ടാക്കുന്ന കരാർ എന്ന് പറയുന്നത് ഏതാ? അടിയറവ് വെക്കുക. അമേരിക്കയുടെ മുന്നിൽ അടിയറവ് വെക്കുന്ന കരാറുകളാണെന്നുണ്ടെങ്കിൽ ഇവര് ഹാപ്പിയാ. ഇറാൻ പക്ഷെ അത് ചെയ്തില്ല. അടിയറവ് വെച്ചില്ല എന്ന് മാത്രമല്ല, നെഞ്ച് വിരിച്ച് അമേരിക്കക്ക് നേരെ നിന്നു. അപ്പോ അടിയറ വെച്ച് കാൽക്കൽ വീഴുന്ന രീതിയിലുള്ള കരാറുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അമേരിക്ക അംഗീകരിക്കും. അല്ലാത്തത് അമേരിക്ക അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഇനി ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് അബ്ബാസ് അറാക്ചി രംഗത്തെത്തിയത്. രാജ്യത്തെ സിവിൽ സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ US സഖ്യകക്ഷികളുടെ എണ്ണ വിൽപ്പനയും തടസ്സപ്പെടുത്തുമെന്ന കർശന നിലപാടാണ് ഇറാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കൂടെ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിലൊക്കെ പെടാൻ പോകുന്നത് ആരാറിയോ? കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞിട്ട് തീരുമാനമാക്കുന്നത് ഇറാൻ മിക്കവാറും മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കും. അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കുവൈത്തും ബഹ്റൈനും ആയിരിക്കും. ഇവരുടെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ആയിരിക്കും ആദ്യം പോയിട്ട് ഈ പറയുന്ന ഇറാൻ തകർക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ US ബേസുകൾക്ക് വേണ്ട എല്ലാ സൗകര്യം കൊടുത്തവരാണ് ഇവര്. മാത്രമല്ല ചില രാജ്യങ്ങൾ മൊത്തത്തിൽ US ബേസുകളാക്കി മാറുകയും കൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വാക്കിന് തീരെ സ്ഥിരതയില്ലാത്ത കരാറുകൾ പാലിക്കാത്ത ഒരുത്തൻ നിന്നിട്ടാണ് മറ്റവന്മാര് പാലിച്ചില്ലോ എന്ന് പറഞ്ഞ് മോങ്ങുന്നേ എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്.